പുകവലി ആരോഗ്യത്തിന് ഹാനികരം എല്ലാവർക്കും തരില്ല. പിന്നെ ഒരു പരസ്യം കൂടി ഉണ്ട്, ശ്വാസകോശം കുറച്ചില്ല. പുകവലി എന്ന് പറഞ്ഞാല് അങ്ങനെ തന്നെ പറയും ആരോഗ്യത്തിന് ഹാനികരം അല്ലേ? ശ്വാസകോശം പോലെയാണ് ഇത്. അത്രമേൽ പരസ്യം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സിഗരറ്റ് വലിച്ചാൽ നമ്മുടെ ശ്വാസനാളം വഴി ശ്വാസകോശത്തിനകത്തേക്ക് പുകയെത്തുന്നു പഠിച്ചിട്ടുണ്ട്. അത് ക്യാൻസർ എന്ന മാരകരോഗം വരാനുള്ള കാരണമാവും ഇത് ഈ പുകവലി. അപ്പോ ശ്വാസനാളം വഴി ശ്വാസകോശത്തിനകത്തേക്ക് പുകയെത്തുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണണം. കാണണ്ടേ? കാണണോ? കാണണോ? പുക വലിക്കുമ്പോഴ് ശ്വാസനാളം വഴി ശ്വാസകോശത്തിനകത്തേക്ക് പുകയെത്തുന്നത് കാണണമെന്നാ ചോദിച്ചത്. കാണണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുക വലിക്കാൻ തയ്യാറായിട്ട് ഒരു 3-4 പേർ ഒന്നും കൂടി വരിക. ഒറ്റ പുക അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ വിജയത്തിന് വേണ്ടി അവരെ കൂടെ അവിടെ നിന്നാ മതി. വരുമോ? ഇവരാരും വരുന്നില്ല. ഇവരാരും വരുന്നുണ്ടോ? അവരുണ്ടോ? അപ്പൊ അവരാണോ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണോ? അല്ലേ? എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനും നിങ്ങളും ഈ ലഹരി വസ്തുക്കളെ വിൽപ്പനക്കാര് നിങ്ങളെ അത് കൂടെ വരുന്നത് ഇങ്ങനെ വരിക. ഇങ്ങനെ വരിക. ആ കാര്യം മാറ്റുന്നത് വരെ തേനെ പാല് ശർക്കര കുത്തനൊക്കെ പറയും. ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വീണ്ടും പാടുന്നത് വരും. അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെറ്റാണെന്ന് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാതെ അവരുടെ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല.
ഇതുപോലെയാണ് നിങ്ങൾ ഓർക്കുക, ഇതുപോലെയാണ് നിങ്ങളുടെ സ്കൂളിലായാലും മറ്റ് സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ തലങ്ങളൊക്കെ ഇതിന്റെ വിതരണക്കാർ എടുക്കുക. മക്കളെ ഒന്നുകൂടെ അവസ്ഥ പറയാം, ചെയ്യാൻ പാടില്ലാന്ന് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഇടുക.